നിങ്ങൾക്കറിയാമോ സെൽഫ് കൺട്രോളിൻ്റെ അൾട്ടിമേറ്റ് ലെവൽ എന്താണെന്ന്? നമ്മളൊരു വ്യക്തിയുമായോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടുമായോ ഭയങ്കര ക്ലോസ് റിലേഷൻഷിപ്പിലിരിക്കുന്നു. ആ ടൈമിൽ അവർ നമ്മളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെല്ലാം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആക്കും. നമുക്കതിൻ്റെ റീസൺ എന്താണെന്ന് പോലും അറിയില്ല, അൺനോൺ റീസണാണ്. സോ നമുക്ക് ഭയങ്കരമായി തോന്നും അതിൻ്റെ റീസൺ അറിയണം, നമുക്ക് അങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്യണം, കോൾ ചെയ്യണം, അവരെ കാണണം, സംസാരിക്കണം, ഇത് സോർട്ട് ഔട്ട് ആക്കണം, അങ്ങനെ പലതും നമുക്ക് തോന്നും. നമ്മളവരോട് ബെഗ് ചെയ്യാൻ തുടങ്ങും. ആ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന മൊമെൻറ്റിൽ നമുക്കറിയാം നമ്മുടെ സെൽഫ് റെസ്പെക്റ്റാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു തോട്ട് നമുക്ക് ഇവിടെ നിന്ന് വരും. പക്ഷെ ഇവിടെ നിന്ന് ഇത് വന്നാലും നമ്മുടെ ഇവിടെ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നേരം, കാരണം നമുക്ക് ആ പേഴ്സണെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ആ പേഴ്സൺ വേണം നമ്മുടെ ലൈഫിൽ. സോ ഇവിടെ അത് കേൾക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ബെഗ് ചെയ്യുന്നത് കാരണം നമുക്ക് ആ പേഴ്സൺ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ കളഞ്ഞിട്ട് നമ്മൾ പോകും. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളുടെ സെൽഫ് കൺട്രോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂമെൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ ബെഗ് ചെയ്തിട്ട് നമുക്ക് പേഴ്സൺ വേണം, നമ്മുടെ ഇൻസൈഡ് ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ എന്നിട്ട് കൂടി നമ്മൾ ഫോൺ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇവർക്ക് ടെക്സ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് നമ്മളത് വേണ്ടെന്ന് വയ്ക്കുന്നു, ഇവരെ കോൾ ചെയ്യാൻ എടുത്തിട്ട് നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു. അങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ അതിൽ നിന്ന് ബാക്ക് ഔട്ട് ആകും. ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിലാണ് നമ്മുടെ ഉള്ളിൽ അത്രയും വേദന ഉണ്ടെങ്കിലും നമ്മൾ നമ്മളുടെ കൺട്രോൾ ചെയ്യുന്നൊരു മൂമെൻ്റ്. അതാണ് സെൽഫ് കൺട്രോളിൻ്റെ അൾട്ടിമേറ്റ് ലെവൽ. നമ്മളെ വേണ്ടാത്തവരൊക്കെ പോട്ടെന്നേ.